ഹലോ എവ്രി വൺ, ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് വട്ടക്കിണറിലാണ്. കോഴിക്കോട് വട്ടക്കിണർ ആശ്രമ സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഡൈൻ ഔട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെയാണ് ഞാനുള്ളത്. ഇവിടെ നമ്മുടെ കുറച്ച് തന്തൂരി അൽഫാമിൻ്റെ ഒക്കെ ഒരു സ്പെഷ്യൽ കുറച്ച് വെറൈറ്റി ഡിഷസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് പരീക്ഷിക്കാനും പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയ്ക്ക് ഭയങ്കര നല്ല റിവ്യൂ ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ആ റിവ്യൂ അനുസരിച്ചിട്ട് നമ്മൾ ഒരു ചലഞ്ചൊക്കെ ചെയ്യാനും കൂടിയാണ് വന്നിരിക്കുന്നത്. സംഭവം ഇവിടെ ഫുള്ള് സെറ്റാണ്. അപ്പം ഇതാണ് നമ്മളെ റെസ്റ്റോറൻറ്റ്. ഇന്ന് നമ്മൾ കഴിക്കാൻ പോകുന്നത് ഇവിടെ ഇതിൻ്റെ ഓണേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അവരോട് ചോദിക്കാം. നമ്മളെ കൂടെ ഇപ്പം ഷാഫിക്ക ഉണ്ട്. ഷാഫിക്കൻ്റെ ആണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് പാർട്ട്ണറല്ലേ? പാർട്ട്ണറാണ്. അപ്പം ഷാഫിക്ക പറഞ്ഞൊരു നമുക്കിവിടെ തന്തൂരിൻ്റെ ഒരു സ്പെഷ്യൽ ഡിഷ് ഉണ്ട്. എന്തായിരുന്നു അതിൻ്റെ പേര്? പുതിന തന്തൂരിയാണ്. പുതിന തന്തൂരി. അപ്പം അതുകൊണ്ട് നമുക്കല്ലേ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് കഴിക്കുന്നത്. അപ്പം എന്താണ് ഈ ഒരു പുതിന തന്തൂരി, എന്താണ് ആൾക്കാരുടെ റിവ്യൂ, എന്താണ് ഇതിനെ പറ്റിയിട്ട്? വളരെ നല്ല അഭിപ്രായമാണ്. ഈ ഏരിയയിൽ ഇല്ലാത്തൊരു സാധനമാണ്. ഇവിടെ അടുത്തൊന്നും പുതിന തന്തൂരില്ല. അപ്പം നമ്മൾ ഇതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു ചലഞ്ച് ഇന്നത്തെ നടത്താൻ പോണത്. എൻ്റെ കൂടെ ഇന്ന് ചലഞ്ച് ചെയ്യാൻ വരുന്നത് നമ്മളൊരു ഫ്രണ്ട് തന്നെയാണ്, തസ്നീം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രണ്ടാണ് വരുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് എന്തായാലും കിടക്കാം. എങ്ങനെയുണ്ട് ഈ ഒരു ടേസ്റ്റ് എന്നൊക്കെ നമുക്ക് നോക്കാം. ഈ ഒരു വീഡിയോ കൊണ്ട് നമ്മൾ ശരിക്കും ചലഞ്ച് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. എന്നോട് കുറച്ച് ആൾക്കാർ പറഞ്ഞായിരുന്നു, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 2 ദിവസം മുന്നേ നമ്മൾ ലൈവ് വന്നപ്പം കുറച്ച് ആൾക്കാർ എന്നോട് പറഞ്ഞു നമുക്ക് കോഴിക്കോടിലെ കുറച്ച് ഫുഡൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്ന്. അപ്പൊ അതും കൂടി നമ്മളൊന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് എന്തായാലും കിടക്കാം. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗ്രിൽഡ് ആയിരുന്നു. ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് തന്തൂരിയാണ്. തന്തൂരി ഇവിടെ ഡൈൻ ഔട്ട് സ്പെഷ്യൽ ആയിട്ട് ഒരു ഡിഷ് ഉണ്ട്. അത് നമ്മുടെ ഗ്രേവി ടൈപ്പാണ്, തിക്ക് ടൈപ്പാണ്. അത് ഇവിടെ ഒരു സ്പെഷ്യൽ ഡിഷാണ്. അതുപോലെ തന്നെ നമ്മുടെ പുതിന തന്തൂരി. ഇതുകൊണ്ട് ഇത് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ അറിയില്ല, ഇന്നും ഉണ്ട് ഒരു 2.5-3 കിലോന്റെ അടുത്ത് ചിക്കൻ ഉണ്ട്. 2.5 കിലോ ഉണ്ടാവും അല്ലേ? 2.5 കിലോനാണ് ഇന്നും ഉള്ളത്. ഇതന്നെ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ കണ്ടതാണ്. ഇതന്നെ കഴിക്കാൻ പറ്റുന്നത്. ഇനി നമ്മുടെ തെൻസീമിനെ പൊട്ടിക്കാൻ പറ്റുമല്ല, അവന് എന്നെ പൊട്ടിക്കുമെന്നൊക്കെ നമുക്ക് കണ്ടറിയാം. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ചലഞ്ച് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഇത് ഫിനിഷ് ചെയ്യണം. പിന്നെ ഇവരെ ടേസ്റ്റ് എങ്ങനെയാന്ന് ജെന്യൂനായിട്ടോ നമ്മൾ ടേസ്റ്റ് ഉള്ളത് ടേസ്റ്റ് ഉണ്ടെന്ന് പറയും, ഇല്ലാത്തത് നമ്മൾ ഇല്ലാന്നും പറയും. അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ ശരിക്കും മനസ്സിലാവും. കാരണം നമ്മളിത് കഴിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലേന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ആദ്യം ടൈമർ ഓൺ ആക്കട്ടെ. തസ്ലിമ സ്റ്റാർട്ട് ചെയ്യാം. ആൾക്ക് ഇത്തിരി നാണുണ്ട് ചെറുതായിട്ട്. ഓ സോറി, ടൈമർ ഓൺ ആയിരുന്നു. തീർക്കൂലേ? കിട്ടോ? ഫസ്റ്റ് തന്നെ നമ്മള് പുതിന തന്തൂരി ട്രൈ ചെയ്യാം. ബാക്കിയൊക്കെ നമ്മൾ ഇടയ്ക്ക് തിന്നല്ലേ. കൊള്ളാം, പക്ഷെ ഇത്തിരി സ്പൈസിയാണ്. ഒന്ന് ഞാൻ കഴിഞ്ഞ് സെക്കൻഡ്. നോർമലി കഴിഞ്ഞ വീഡിയോയിലും നമ്മളൊരു ചിക്കൻ തീർക്കാനൊരു സാധാ ടൈം എന്തായാലും ഒരു 3 മിനിറ്റാണ്. ടൈമിലാണ് നമ്മൾ തീർക്കുന്നത്. കുറച്ച് സ്പൈസിയാണ്.
എനിക്ക് ഈ ഒരു തന്തൂരിനെക്കാട്ടിയും കൂടുതൽ ഇഷ്ടമായത് പുതിന തന്തൂരി കേട്ടോ. വേറൊരു കാര്യം ഓർക്കണം, ഞാനൊരു ജിമ്മനോടാണ് കോമ്പറ്റേറ്റ് ചെയ്യണമെന്ന് ആലോചിക്കണം. കാരണം അവർക്ക് ചിക്കനൊന്നും ഒരു പ്രശ്നമല്ല അല്ലേ. ഇത് സെയിം ടൈമിലാണ് നമ്മൾ ഫിനിഷ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു സാധാ ഒരാൾ കഴിക്കേണ്ട ടൈമിംഗ് ആണ് ഇത് സെയിം തോന്നുന്നുണ്ട്. എനിക്കും വലിയ പീസാണുള്ളത്. തവണ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. കാരണം കുറച്ച് നേരത്തെ മുമ്പ് ഞാൻ ഫുഡ് കഴിച്ചായിരുന്നു രാത്രി, അതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്. വിചാരിക്കുന്ന പോലെയുള്ള ചിക്കൻ കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത്തിരി പാടാട്ടോ. നോക്കുമ്പോൾ വിചാരിക്കും ഞാൻ ഇവന് ഇതെന്താ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതെന്നൊക്കെ. നീ പറയും ഒരു ഫുൾ ചിക്കനൊക്കെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്ന ടീമാ. കഴിക്കുന്നുണ്ട് ഫുൾ ചിക്കൻ? സത്യം പറയാം, സത്യം ജെന്യൂനായിട്ടോ നമ്മൾ ചെയ്യുന്നത്. ചിലരൊക്കെ പറയും ഓ കാണിക്കുകയാണ്, അത്ര ഒന്നും കഴിക്കുന്നില്ല എന്നൊക്കെ. കണ്ടില്ല, എന്നിട്ടും എനിക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ടേസ്റ്റ് എങ്ങനെയുണ്ട് നീ പറയും? ടേസ്റ്റ് അടിപൊളിയാണ്, പക്ഷെ ഇത്തിരി എരിവുണ്ടല്ലേ? കഴിക്കാനുണ്ട്. പറ്റില്ല. എനിക്ക് തോന്നുന്നു ഞാൻ ഉച്ചയ്ക്ക് നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു, രാത്രിയും കഴിച്ചു. ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ നന്നായിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഫിനിഷിംഗ് പോയിന്റ് എത്തി നിൽക്കുകയാണ്. ഇന്നത്തെ വിന്നർ അളിയനാണ്. ഫയൽമാൻ ജയിച്ചേ.
സോ ഈ പീസ് മാത്രം എൻ്റെ കയ്യിൽ ബാലൻസ് ഉണ്ടായിരുന്നു. മച്ചാൻ ഫുള്ള് കഴിച്ച് 3 പീസ് ഇന്ന് എനിക്ക് കഴിക്കാൻ കഴിഞ്ഞത്. സോറി ഗായ്സ്, ഇന്ന് ഫിറ്റായിരുന്നു, ടോട്ടലി ഞാൻ ഫിറ്റായിരുന്നു ഇന്ന്. കാരണം ഇന്ന് വീട്ടിൽ ഒരു പണിയില്ലാതെ ഫുള്ള് റെസ്റ്റിങ്ങിലായിരുന്നു. അതുകൊണ്ട് നല്ല ഫുഡും കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കഴിക്കാൻ പറ്റാഞ്ഞ്. മച്ചാന് നീ ഇന്ന് പട്ടിണിയായിരുന്നാ? വൈകുന്നേരം തൊട്ട് പോകാൻ പട്ടിണിയാണ്. ഫിനിഷായി. ഓക്കെ, അപ്പൊ 22 മിനിറ്റ് കൊണ്ടാണ് മച്ചാൻ കംപ്ലീറ്റ് ചെയ്തത്. ഞാനൊരു 10-15 മിനിറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. 15 മിനിറ്റ് അല്ലേ ഞങ്ങൾ കഴിച്ച്? 15 മിനിറ്റ് കൊണ്ട് എൻ്റെത് കഴിഞ്ഞു. കാരണം ഈവനിങ് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു, ഈവനിങ് കഴിച്ചതിനെ കൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് എനിക്ക് അത്ര കഴിക്കാൻ പറ്റില്ല. സോ നമ്മൾ എന്താ പറയുക, നല്ല റിവ്യൂ ഉള്ള റെസ്റ്റോറൻറ്റ്സ് ആണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. സോ ഡൈനൗട്ട് കോഴിക്കോട് നമ്മുടെ മീൻചന്തൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ വട്ടക്കിണർ വഴി വരികയാണെന്നുണ്ടെങ്കിൽ ആശ്രമ സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ഡൈനൗട്ട് റെസ്റ്റോറൻറ്റ് വരുന്നത്. ഇവിടെ കുറച്ച് ഇവിടത്തേതായ സ്പെഷ്യൽ ഡിഷസ് ഉണ്ട്. ഡൈനൗട്ട് സ്പെഷ്യൽ ഒരു ഗ്രേവി ആയിട്ടുള്ള ഒരു ഡിഷ് ഉണ്ട്. അതുപോലെ തന്നെ പുതിന ചിക്കന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പുതിന തന്തൂരി അല്ലേ, പുതിന തന്തൂരി, ഇങ്ങനത്തെ കുറച്ച് സ്പെഷ്യൽ ഡിഷസ് ഉണ്ട്. വന്നിട്ടൊന്ന് ട്രൈ ചെയ്യുക. നല്ല ഫുഡാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും കഴിക്കാൻ പറ്റിയത് അല്ലേ. ഇവനോട് ചോദിച്ചാൽ മതി, ഇവനെ ഇവിടുത്തെ ഒരു പാർട്ട്ണറും അല്ല, ഒന്നുമല്ല, പുറത്തുനിന്നുള്ളതാണ്, എൻ്റെ ഒരു ഫ്രണ്ടാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു കൊടുത്തതല്ല, ശരിയല്ലേ? ജെന്യൂൻ ആയിട്ടാണ് നമ്മളിത് കാണിക്കുന്നത്. സോ ഗൈസ്, വന്നിട്ട് ഈ ഫുഡൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സോ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടൊക്കെ ഉണ്ടാവണം. സോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താലേ ഞാനെപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുള്ളൂ. സോ ഇതേപോലെ എല്ലാ വീക്കിലും നമ്മളൊരു ഫുഡ് ചലഞ്ചൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അടുത്ത ആഴ്ച നമുക്ക് വേറൊരു രീതിയിൽ ചലഞ്ച് ചെയ്യാം. എനിവേ, നമ്മുടെ അടുത്തത് ഇനി വരാൻ പോകുന്നത് ട്രാവൽ വീഡിയോസൊക്കെയാണ്. സോ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പം ഇന്ന് രാത്രി ഫിറ്റല്ലേ, ഇനി ഇവിടുന്ന് വീട്ടിലേക്ക് പോകണം. എൻ്റെ വീട് ഇവിടുന്ന് ഒരു 8-9 കിലോമീറ്ററേ ഉള്ളൂ. സോ ഇവിടുന്ന് നമ്മൾ വീട്ടിലേക്ക് പോകണം. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പം അടുത്ത ഒരു പുതിയൊരു വീഡിയോയിൽ നമുക്ക് കാണുന്നവരേക്കും ദിസ് ഈസ് മീ റോഷൻ സൈനിങ് ഓഫ്.